ഹലോ, ജെസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം, ഒരു മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്കൊരു 2-3 പീസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഉപ്പ്. അപ്പോൾ ചിക്കൻ ഇവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ പൊരിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചൂട് വരട്ടെ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് 2 ഭാഗവും. നമുക്കിന്നത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ പിസ്സ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഫ്രൈ പാന് എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ ബാറ്റർ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അടുപ്പ് തുറക്കാം. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. സോസ് ഒഴിക്കുമ്പോൾ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഹോൾട്ട് കൊടുക്കാം എല്ലായിടത്തും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളിത് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയുടെ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ പിസ്സ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നന്നായിട്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.